നമ്മൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാത്രമല്ല. കാരണം ഈ പറയുന്ന നമ്മുടെ കേരളത്തെ ഭരിക്കാൻ ചുമതലപ്പെടുത്തി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ഈ പറയുന്ന കേരളത്തിന്റെ ഭരണകർത്താവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് താങ്കൾ സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള ചിന്തിച്ചിട്ടും അല്ലെ അപഗ്രഥനം നടത്തിയിട്ട് മാത്രമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ പലപ്പോഴും ദൂരവ്യാപകമായിട്ട് ചർച്ചകളും അതോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ശിവഗിരിയിൽ, അതായത് ശിവഗിരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലത്തിന്റെ ഒരു ഭാഗം തന്നെ ശിവഗിരിയിലാണ് അദ്ദേഹം ചിലവഴിച്ചതും അതോടൊപ്പം തന്നെ ആ ശിവഗിരി ആശ്രമവും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മുന്നിലേക്ക് പൈതൃകത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു പുണ്യ ഭൂമിയാണ് ഈ പറയുന്ന ശിവഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിവഗിരിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു PR കമ്പനികൾ എഴുതി കൊടുത്ത പ്രസംഗങ്ങൾ എഴുതി വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താണ് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന്റെ ഒരു വ്യക്തത കൂടി അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടി വരുത്തണം. കാരണം ഇപ്പം മതങ്ങൾ ഇപ്പൊ തന്നെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇതിപ്പം മതങ്ങളും അല്ലെങ്കിൽ എന്താണ് ഈ മതത്തിൽ എന്താണ് ഇടപെടുന്നത് അല്ലെങ്കിൽ എന്താണ് മറ്റു മതങ്ങളിൽ ഇടപെടാത്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് ഇത് നയിച്ചിരിക്കുകയാണ്.